എന്തെല്ലാം സങ്കടപ്പെടലും കരച്ചിലും പി ആർ വർക്കും നെഞ്ചിലടിയും ഉള്ളുരുകിക്കരയിലും അമ്മ വിളിയും പി ആർ വർക്കും എന്തൊക്കെയായിരുന്നു ഇവിടെ. കലപ്പുറം കത്തി, കാസർഗോഡ് കാതർബായി, കോട്ടയം ഖദീജ, മുരുക്കുംപുഴ നസീർ, എന്തൊക്കെയായിരുന്നു ഇവിടെ. ദാ അടക്കണം, ദാ വന്നു, ദേ വന്നു, ദേ വന്നു, ദാ പോയി. എന്താ സംഭവം എന്നറിയണ്ടേ? ശൈലജ ടീച്ചർക്ക് സീറ്റില്ല. ഇന്നലെ സി പി എമ്മിൻ്റെ കരട് സ്ഥാനാർത്ഥി പത്രിക പല ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നുമൊക്കെ എല്ലാ ജില്ലകളിൽ നിന്നും അയച്ചു കൊടുത്തു. ഇന്നലത്തെയാണ് അതിൻ്റെ ഡേറ്റ്. അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അയച്ച പേരുകളിൽ കണ്ണൂരിൽ നിന്ന് കെ കെ ശൈലജയുടെ പേര് വേണമല്ലോ, ശൈലജയ്ക്ക് പേരില്ല. അതുപോലെ തന്നെ യു പ്രതിഭയുടെ പേരും ദലീമയുടെ പേരും ആലപ്പുഴയിൽ നിന്ന് കയറിയിട്ടില്ല. 12 വനിതാ എം എൽ എമാരാണ് 15ാം നിയമസഭാ വിവിധ പാർട്ടികളിൽ നിന്ന്. അതിൽ 8 പേരും സി പി എം പേരാണ്. അകാലത്തിൽ വിടവാങ്ങിയ കാനത്തിൽ ജമീലെ ഒഴിച്ച് നിർത്തിയാൽ നിലവിലുള്ള വനിതാ സി പി എം എം എൽ എമാർ 7 പേരിൽ വീണ ജോർജ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. ആർ ബിന്ദു മത്സരിക്കും. സംവരണ മണ്ഡലമായ പാലക്കാട് കൊങ്ങാട് എന്നുള്ള ശാന്തകുമാരി മത്സരിക്കും. മറ്റ് എം എൽ എമാർ ആദ്യഘട്ടത്തിൽ സീറ്റില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതുവരെ പരിഗണിക്കപ്പെട്ടിരുന്ന കെ കെ ശൈലജയാണ് ഒഴിവാക്കപ്പെട്ട സ്ത്രീകളുടെ പട്ടികയിൽ ഒന്നാമത്. ശൈലജ അമ്മ ഇല്ല. കേരളത്തിൻ്റെ ആരോഗ്യ അമ്മ ഇല്ല. ആരോഗ്യ പച്ച ചുവപ്പായി മാറി ഇല്ല. മട്ടന്നൂർ മണ്ഡലം ജനപ്രതിനിധിയായ കെ കെ ശൈലജയ്ക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ച കാരണം വ്യക്തമല്ല. 2 ടേം വ്യവസ്ഥയിൽ പല എം എൽ എമാരെയും കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് ഇവർക്ക് കൊടുത്തതെന്ന് ഒരു ഇതല്ല. മുൻ എം പി സി എസ് സുജാത കയറി വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ. ദലിമയ്ക്ക് പകരം സുജാതയോ അല്ലെങ്കിൽ പ്രതിഭയ്ക്ക് പകരം സി എസ് സുജാതയോ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. സുജാത ഇപ്പോൾ വലിയ നേതാവാണ്. യുവ നേതാവ് ശിവപ്രസാദ് എസ് എഫ് ഐയുടെ നേതാവാണ്. എം എൽ എ മോശം പ്രകടനം വായിച്ചാൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെങ്കിലും തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ്. ദലീമയുടെ സീറ്റ് നഷ്ടപ്പെടുന്നത്. കാരണം ഇടതുപക്ഷത്തിന് അടുത്തുള്ള മണ്ഡലത്തിൽ തോമസ് ഐസക്ക് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. അപ്പോൾ ചേർത്തല ഭാഗത്ത് തോമസ് ഐസക്കിനോടാണ് മത്സരിക്കാൻ പറയുന്നത്. തോമസ് ഐസക്കിൻ്റെ പേര് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും ഒക്കെ പരിഗണനയിലുണ്ട്. എന്നാലും അത് സാധ്യതയില്ല. ബിജുവിന് മത്സരിക്കുന്നതിന് ആറ്റിങ്ങൽ എം എൽ എ OS അംബികയെ മാറ്റി പി കെ ബിജു മത്സരിക്കും. ജില്ലാ നേതൃത്വം നൽകിയ പേരുകളിൽ അംബിക ഉണ്ടെങ്കിലും ബിജു എത്തുമ്പോൾ അത് മാറാനാണ് സാധ്യത. കൊങ്ങാട് മണ്ഡലത്തിൽ ശാന്തകുമാരിയുടെ പേരാണ് ജില്ലാ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റം ഉണ്ടാകാനിടയില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് 3ാം തവണയും ആറന്മുളയിൽ മത്സരിക്കും. സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഇതുവരെ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളുടെ ഫലമായിട്ടായിരിക്കും വരുന്നത്. എന്തായാലും ആറന്മുളയിൽ കോൺഗ്രസിനൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും. BJPക്ക് മിക്കവാറും കുമ്മനം രാജശേഖരനായിരിക്കും. ബിന്ദു ഇരിങ്ങാലക്കുടയിൽ തന്നെ മത്സരം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള, അവർ പഞ്ചായത്തിലൊക്കെ ഉള്ളവരാണ്, വലിയ നേതാവാണ്. അവർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ വാഴക്കൊല ചിന്ത, ജെറോം, PK സൈനബ, അനുശ്രീ കോലോത്ത്, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയ വനിതകളുടെ പേരുകൾ പല മണ്ഡലങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും യാതൊരു തീരുമാനമായിട്ടില്ല. ആര്യയ്ക്ക് സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്തായാലും സുകന്യയുടെ പേര് കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വിവിധ ഇരിക്കൂർ നേരത്തെ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യയാണ്. SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ ആയിരുന്നു സുകന്യ. അങ്ങനെ പല പേരുകളും വരുന്നുണ്ട്. എന്തായാലും പാവം ശൈലജ ടീച്ചറിന് അസംബ്ലിയിലേക്ക് സീറ്റ് ഇല്ല.